ഇന്ന് ദേ ഞാൻ മട്ടൻ വാങ്ങിച്ചോട്ടാ. അങ്ങനെ ദേ വീട്ടിലെത്തി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് മട്ടൻ കറിയാണ്. അങ്ങനെ ഇറച്ചീനെ കഴുകി വൃത്തിയാക്കി കുക്കറിലിട്ടു. ഇഞ്ചീനെ ദേ ക്ലീൻ ചെയ്ത് നല്ലോണം ഒന്ന് ചതച്ചെടുക്കാണ് കേട്ടോ. അപ്പോൾ ഒരെല്ലാം തന്നെ കുരുമുളകിനെയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് പൊടിച്ച് ചതച്ചെടുത്തു. മട്ടൻ വേവിക്കാനായിട്ട് ദേ മഞ്ഞപ്പൊടി, കുറച്ച് മുളക് പൊടി, അതുപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടി, എല്ലാം കുറച്ചിശ് മാത്രമേ ഇടണുള്ളൂ കേട്ടാ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി ദേ ഇതിലേക്ക് നേരത്തെ ചതച്ച് വെച്ചായിരുന്ന കുരുമുളകും ഇഞ്ചിയും കൂടി ഇടാണ് കേട്ടാ. ഇനി കൈ കൊണ്ട് നല്ലോണം മിക്സ് ചെയ്യാണ്. ഇതിലേക്ക് ഗരം മസാലയും കൂടി ആഡ് ചെയ്യണമായിരുന്നു, അത് വിട്ടുപോയി. അതും കൂടി ഇനി ആഡ് ചെയ്യണം. എല്ലാം കുറച്ചീശേ ഇടണുള്ളൂ, കാരണം ഓവർ മസാല ആയാലേ മട്ടന്റെ ടേസ്റ്റ് കിട്ടില്ല. കുറച്ച് ഗരം മസാല ഇട്ട് നല്ലോണം കൈ കൊണ്ട് മിക്സ് ചെയ്ത് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഞാൻ ദേ കുക്കറിൽ വേവിക്കാൻ വെക്കാണ്. മട്ടൻ വേവുമ്പോഴേക്കും ചെറിയുള്ളിനെ ഞാൻ ദേ നന്നാക്കി എടുത്തുട്ടാ. കുറച്ച് വെളുത്തുള്ളി ക്ലീൻ ചെയ്ത് ചതച്ചെടുക്കാണ്. വെളുത്തുള്ളിയും ചെറിയുള്ളിയും ചതച്ചെടുത്തു. പാൻ അടുപ്പത്ത് വെച്ചു. വെളിച്ചെണ്ണ ഒഴിച്ച് ചതച്ച് വെച്ച വെളുത്തുള്ളിയും ചെറിയുള്ളിയും കൂടി ഇതേ ഇട്ട് നല്ലോണം ഒന്ന് വഴച്ചെടുക്കാണ് കേട്ടാ. ഫുൾ ഫ്ലെയിമിൽ 3 വിസിലും 2 വിസിൽ സിമ്മിലും കൂടി ഇട്ടപ്പോൾ നമ്മുടെ ദേ മട്ടൻ അവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട്. കുറച്ച് ഉപ്പിട്ടിട്ട് ദേ നല്ലോണം ഒന്ന് വഴച്ചെടുക്കാണ് കേട്ടാ. ഇത് ഇതിലേക്ക് മഞ്ഞപ്പൊടി, മുളക് പൊടി, കുറച്ച് മീറ്റ് മസാല ഇത്രയും ഇട്ടിട്ട് വീണ്ടും ദേ വഴറ്റാണ്. ഒരു ചെറിയ തക്കാളിയും കുറച്ച് തിളച്ച വെള്ളം കൂടി വെച്ചിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാണേ. അങ്ങനെ ഗ്രേവി റെഡി ആയപ്പോൾ ദേ മട്ടനെയും കൂടി ഇട്ടു നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടു കേട്ടാ. അങ്ങനെ ദേ മട്ടൻ കറി ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി ഒരു സർലാസും കൂടി ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ ചൂടോടുകൂടി തന്നെ കഴിക്കട്ടെ കേട്ടാ. അപ്പൊ പിന്നെ കാണാം. ബൈ ബൈ.